ചട്ടമ്പിയും. നമുക്കറിയാം, വൈകാരികമായ ഒരു ഉണർവിലേക്ക് ആവിഷ്കാരത്തിന്റെ കരുത്തിലൂടെ വ്യതിരിക്തമായിട്ടുള്ള ഭാവതലങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചലച്ചിത്രം. Tonight we are here to celebrate the phenomenal journey of പള്ളി ചട്ടമ്പി. ചലച്ചിത്ര കലയുടെ തനിമയും ഭാഷയും വ്യാകരണവും ഒക്കെ തിരിച്ചറിഞ്ഞ് യുക്തിഭദ്രതയോടെ ഒരു സിനിമ ഇതാ ഒരുങ്ങുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായി നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയായ പള്ളിച്ചട്ടമ്പി. വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിൽ നൗഫൽ ആൻഡ് ബ്രിജേഷ്, അതോടൊപ്പം തന്നെ സി ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ CCC ബാനേഴ്സ് ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന എസ് സുരേഷ് ബാബു തിരക്കഥ എഴുതി ജിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ടൊവിനോ തോമസ്, അതോടൊപ്പം തന്നെ കയാദുൽ ലോഹാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രം ഇതാ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. We are huge fans of you guys. അപ്പോൾ ഇതാ നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക്, നമ്മുടെ അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. നല്ലൊരു കൈയടി നൽകാം. Let's give a huge round of applause. Yes, ഫസ്റ്റ് നമുക്ക് കയാദ് മാമിലേക്ക് തന്നെ കടക്കാം. How was the experience working in Malayalam film? We know once again you're working in Malayalam film. Once again, welcome to Malayalam film and Kerala. So please share some few experiences, please. Ellavurkkum namaskaram. It feels really amazing to come back. I did my first film was Pattam Padam Rotanda, and after that I'm coming back after a very long time. So I'm very excited. I hope that you all love the character that I play, Rebecca, and I'm actually very excited. That's all. I've been going through a lot of emotions because after a very long time, film is coming out. So yeah, I'm excited, and thank you so much, Toby, for being an amazing co-actor. And I had an amazing time working with him also. So thank you so much for coming. I have one question, like, have you picked up any Malayalam words that you are secretly proud of? Any Malayalam words, like? Right now, thanks a lot. The word that what is coming to my mind is chakkare. That's all. Yeah. Yes. So, but നമ്മുടെ മലയാളികളുടെ ചക്കരയാണല്ലേ, അല്ലേ? So we are lovingly calling you our ചക്കര, മലയാളത്തിന്റെ ചക്കര. Thank you for being such a beautiful actor, such an amazing actor. Thank you so much. And ടോവിനോ ചേട്ടാ, നല്ലൊരു ഞായറാഴ്ചയായിട്ട് വീട്ടിലിരിക്കാവുന്നതായിരുന്നു, പക്ഷേ ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നു. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഹലോ, ആദ്യം തന്നെ ഡാൻസ് ചെയ്തിട്ടുള്ള ആ കുട്ടികളുടെ അന്യായ എനർജി ഒരു രക്ഷയില്ല. ഗംഭീരമായിരുന്നു മക്കളെ. അവർക്കും അവരെ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന അവരുടെ കൊറിയോഗ്രാഫേഴ്സായിട്ടുള്ള സാറുമാർക്കും അവരുടെ ഡാൻസ് കമ്പനിക്കും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആദ്യം തന്നെ ഭയങ്കര സന്തോഷം തോന്നി. എയർമിൻ്റെ സിനിമ മുഴുവൻ കണ്ട പോലെ അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ടു. അപ്പോൾ പള്ളിച്ചട്ടമ്പി ഇപ്പം നിങ്ങളിതിൻ്റെ ടീസർ കണ്ടു, ഒരു സോങ് കണ്ടു, ഇനിയൊരു സോങ് കൂടെ വരുന്നുണ്ട്. മിക്കവാറും നാളെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിലർ വരും, ഒരു ടീസറും കൂടെയൊക്കെ വരും. സിനിമ കാണാനായിട്ടൊരു ആഗ്രഹം കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും. ഇത് ഒരു പീരിയഡ് സിനിമയാണ്. വീണ്ടും ഒരു പീരിയഡ് സിനിമയായിട്ട് ഞാൻ വരികയാണ്. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട് തന്നെ. ഞങ്ങളെല്ലാവരും കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, പിന്നെ വിജയരാഘവൻ ചേട്ടനുണ്ടായിരുന്നു, സുധീർ ഏട്ടനുണ്ടായിരുന്നു, പ്രശാന്ത് ഏട്ടനുണ്ടായിരുന്നു, പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ഒരുപാട് പേര് ഒരു 7 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഒരു പറ്റം ആൾക്കാർ അവിടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറേ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു സിനിമയായിരുന്നില്ല. അത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ ഡിജോയ്ക്ക് ഇന്നോടെ വരാൻ പറ്റിയില്ല. അവസാനമായിട്ട് മിനിക്കൂലികളാണ് സിനിമയുടെ 10-ാം തീയതി റിലീസായ കാരണമുണ്ട്. ഡയറക്ടർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിജോയുടെ വരാനിരുന്നതാണ്. ഡിജോൻ്റെ കൂടെയും ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണിത്. ഓൾ ദ ഇയേഴ്സ്
കുറേ മാറ്റങ്ങൾ സ്ക്രിപ്റ്റിൽ വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ നല്ല മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഡയറക്ടർ ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം പിന്നെ സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതെല്ലാം സാധാരണ ഇങ്ങനത്തെ സിനിമകൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ നന്നാവാറാണ് പതിവ്. ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ അത് സജസ്റ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട once again welcome to Mall of Travancore and ഈ ഒരു സ്റ്റാർ സ്റ്റഡഡ് ഈവനിംഗിലേക്ക് ഒരാവർത്തി കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണല്ലേ എന്താണ്, കാരണം നമുക്കൊക്കെ റീൽസിലൂടെയൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് പൃഥ്വിരാജിൻ്റേത്. ഒരുപാടധികം നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? യെസ് ഉണ്ട്. അപ്പോൾ ഉണ്ട്, ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പറയൂ, എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവങ്ങളും പള്ളിച്ചട്ടമ്പിയുടെ ഒരു ഭാഗമായ അനുഭവം എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ അങ്ങനെ നിന്ന് വലിയ ശീലമില്ല. ഇതല്ലേ ഓക്കെ. അപ്പം പള്ളിച്ചട്ടമ്പിയിലോട്ട് ഡിയോചേട്ടൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ വിളിച്ച സമയത്ത് ഈ പറഞ്ഞ ഓഡീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കയറി വന്നു, അത് ദൈവം സഹായിച്ചു. അപ്പോൾ പിന്നെ അതിനകത്ത് നല്ലൊരു ജേണിയായിരുന്നു. ടോയ് ചേട്ടനായാലും ഡിജോ ചേട്ടനായാലും എല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് അവിടെ ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പം ഞാനാകെ വേറൊരു ഫിലിം ആക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ടോയ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, ടോയ് ചേട്ടൻ്റെ കൂടെയുള്ള റോളാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് ആ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തൊട്ട് ടോയ് ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കൂട്ടായിട്ട് നിന്നുകൊണ്ട് എനിക്ക് അഭിനയിക്കാനും എളുപ്പമായിരുന്നു. അപ്പോൾ അതിന് താങ്ക് യു ടോയ് ചേട്ടൻ. പിന്നെ ഡിജോ ചേട്ടന് അതിനകത്തുള്ള എല്ലാ നേരത്തെ പറഞ്ഞതല്ലേ. എന്ത് ചെയ്യും? എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Yes, thank you so much. And ma'am, few words. Thank you so much guys for coming. I just hope you guys go and watch the film. It's releasing on April 10th. Please go watch and shower lots and lots of love. Thank you. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ഇതാ പള്ളിച്ചട്ടമ്പി എന്ന ചലച്ചിത്രം നമ്മുടെ അനന്തപുരിയിലെ മോൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിച്ചേരുമ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ചലച്ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട താരങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രീ ടോവിനോ തോമസ് ആൻഡ് താങ്ക് യു മാം കയാദു മാം. താങ്ക് യു സോ മച്ച് ആൻഡ് നിപ്രാസ് ആൻഡ് താങ്ക് യു ജോസ് കുട്ടി. താങ്ക് യു സോ മച്ച് ആൻഡ് ഹരി സാർ. താങ്ക് യു സോ മച്ച്.